بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على رسولك سيد الأفضل المرسلين وعلى آله وصحبه أجمعين أما بعد ബഹുമാനപ്പെട്ട بسم الله الرحمن الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനപ്പെട്ട എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, വിദ്യാർത്ഥികളെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, മറ്റു സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാമിൻ്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായ വിശുദ്ധ ഹദീസ് പഠന ക്ലാസ്സാണ് നമ്മൾ കഴിഞ്ഞ 22 ദിവസങ്ങളിലായിട്ട് തുടർന്നുകൊണ്ടിരുന്നത്. ഇന്ന് അതിൻ്റെ 23-ാം ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്ന് ഈ പ്രവർത്തനം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ. വിജ്ഞാനം പഠിക്കുക, അത് പ്രചരിപ്പിക്കുക എന്നുള്ളത് മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിർബന്ധമായിരിക്കുന്ന കാര്യങ്ങളെപ്പോലെ തന്നെയാണ്. നമ്മുടെ ശരീരത്തിന് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിന് നമ്മൾ വിജ്ഞാനം കൊടുക്കേണ്ടത് അനിവാര്യം തന്നെയാണ്. എങ്കിൽ മാത്രമേ നമ്മുടെ ആത്മാവ് സംശുദ്ധമാകുകയുള്ളൂ. അതുകൊണ്ട് മുഅ്മിനിന്റെ കളഞ്ഞുപോയ സ്വത്താണ് വിജ്ഞാനം. അത് എവിടെ കണ്ടാലും എടുക്കണമെന്നാണ് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ പഠിച്ചത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും നമ്മൾക്ക് കൂടുതൽ പഠിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യുന്ന രീതിയിലേക്കാണ് നമ്മൾ ഈ ഹദീസ് പഠന ക്ലാസ്സിനെ കാണുന്നതും ഇത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് തുടർച്ചയായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് മഹാനായ ഇമാം നബവി റളിയല്ലാഹു അൻഹു രചിച്ച റിയാദുസ് സ്വാലിഹീൻ എന്ന കിതാബാണ്. സഹോദരങ്ങളെ, ഞാൻ എന്നും എന്തിനാണ് ഇത് ഇങ്ങനെ പറയുന്നത് എന്ന് നിങ്ങൾക്ക് എന്നും ഇരിക്കുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ ഒരു ആവർത്തന വിരസത തോന്നിയേക്കാം. സഹോദരങ്ങളെ, ഞാനിത് പറയാനുള്ള കാരണം പുതുതായി കടന്നു വരുന്നവർക്ക് ഇതിൻ്റെ ഒരു ആമുഖ അറിയിപ്പ് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമുക്ക് പറയാനുള്ളത് വിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാം ദീൻ പഠിക്കുക, ഇസ്ലാം ദീൻ പഠിച്ചുകൊണ്ട് പ്രവർത്തിക്കുക, വിശുദ്ധ ഖുർആനെ കുറിച്ച് പഠിക്കുക, അവിടുത്തെ തിരുസുന്നത്തുകളെ കുറിച്ച് പഠിക്കുക. അങ്ങനെ നമ്മുടെ ജീവിതം സംശുദ്ധമാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. എങ്കിൽ മാത്രമേ നമുക്ക് വിജയം കരസ്ഥമാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ പഠിക്കുകയും മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുക. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. നമുക്ക് ഹദീസ് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. അധ്യായം 60, ദാനധർമ്മങ്ങളെ കുറിച്ച് പറയുന്ന ബാബാണ്. അല്ലാഹു പറഞ്ഞു, നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അല്ലാഹു അതിന് പകരം തരുന്നതാണ്. സബഅ സൂറത്തിലെ 39-ാമത്തെ ആയത്താണ്. ധനത്തിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നതെന്തും നിങ്ങളുടെ തന്നെ ഗുണത്തിനുള്ളതാണ്. അള്ളാഹുവിന്റെ പ്രീതി കാംക്ഷിച്ചല്ലാതെ നിങ്ങൾ അത് ചെലവഴിക്കരുത്. നിങ്ങൾ ചെലവഴിക്കുന്ന ദാനമേതായാലും അത് നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരും. നിങ്ങൾക്കതിൽ യാതൊരു കുറവും വരുത്തുകയില്ല. അൽ ബഖറ 272 ഈ ആയത്ത് റിപ്പോർട്ട് ചെയ്തു. അൽ ബഖറ 272-ാമത്തെ സൂറത്തിലെ ആയത്താണിത്. നിങ്ങൾ എന്ത് ചെലവഴിച്ചാലും അള്ളാഹു അത് അറിയുക തന്നെ ചെയ്യും. അൽ ബഖറ 273. 544-ാമത്തെ ഹദീസാണ് ഇനി പറയാനുള്ളത്. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 2 പേരുടെ കാര്യത്തിലല്ലാതെ അസൂയക്ക് അവകാശമില്ല. ഒന്നെന്താ? അല്ലാഹു ധാരാളം സമ്പത്ത് നൽകി അത് സത്യമാർഗത്തിൽ ചെലവഴിക്കാൻ ഭാഗ്യം ലഭിച്ചവൻ.
രണ്ടാമത്തേത് അള്ളാഹു ഹിക്മത്ത് നൽകി, എന്നിട്ട് അതനുസരിച്ച് വിധിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യാൻ അവസരം ലഭിച്ചവൻ. അള്ളാഹു ഹിക്മത്ത് നൽകിയിട്ട് അതനുസരിച്ച് വിധിക്കുകയും ചെയ്തു, പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ അവസരം കിട്ടിയ ആളുകൾ, അതുപോലെ ധാരാളം സമ്പത്ത് കിട്ടിയിട്ട് ആ സമ്പത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇങ്ങനെ ചെലവഴിക്കുന്നവൻ, ഈ രണ്ടാൾക്കാരെ കുറിച്ച് അസൂയ വെക്കാമെന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവന്റെ പ്രവാചകനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരും. ബുഖാരി 1:152 153 മുസ്ലിം 816 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളിൽ ആരാണ് സ്വസമ്പത്തിനേക്കാൾ അനന്തരാവകാശിയുടെ സമ്പത്തിനെ ഇഷ്ടപ്പെടുന്നത് എന്ന് ചോദിച്ചു. സ്വഹാബികൾ പറഞ്ഞു, അവനവന്റെ സമ്പത്തിനെ കൂടുതൽ ഇഷ്ടപ്പെടുന്നവരല്ലാതെ ഒരാളും ഞങ്ങളിലില്ലല്ലോ. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ മനസ്സിലാക്കുക, അവനവൻ ചെലവഴിച്ചത് ദാനധർമ്മം, ഭക്ഷണം, വസ്ത്രം എന്നിവ തന്റേതും എടുത്തു വെച്ചത് അവകാശിയുടേതുമാണ്. ബുഖാരി 11:221. നമ്മൾ സമ്പാദിച്ചു വെക്കുന്നത് അത് അവകാശിക്ക് പോകും. നമ്മൾ മരണപ്പെട്ടാൽ അത് പിന്നെ അവകാശിയുടെ അടുത്തെത്തി. അതുകൊണ്ട് സഹോദരങ്ങളെ, മരണത്തിന് മുമ്പ്, മരിക്കുന്നതിന് മുമ്പ് ചെലവഴിക്കുക. ചെലവഴിച്ചു കഴിഞ്ഞാൽ അത് നമുക്കുള്ളതാണ്. ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്കുള്ളതാണ്. ദാനം ചെയ്തു കഴിഞ്ഞാൽ അത് നമുക്കുള്ളതാണ് എന്ന് കരുതി നമ്മുടെ സ്വത്തിന്റെ മുഴുവൻ ഭാഗവും നമുക്ക് ദാനം ചെയ്യാനുമുള്ള അവകാശവുമില്ല. ദാനം മുഴുവനും സ്വത്തിന്റെ മുഴുവനും ദാനം ചെയ്യാൻ അവകാശമുണ്ടെങ്കിൽ പോലും അത് നല്ലതല്ല എന്നാണ് പറയുന്നത്. മുഴുവനും ചില ആളുകൾ മരണശേഷം എഴുതി വെക്കുന്നതുണ്ട്, അതിന് യാതൊരു അവകാശവുമില്ല. മുഴുവനും മരണശേഷം, മരണപ്പിറ്റേന്ന് പറഞ്ഞിട്ട് എഴുതി വെക്കലുണ്ടല്ലോ, അത് പറ്റില്ല. മൂന്നിൽ ഒരു ഭാഗം 2 ഭാഗവും എഴുതി വെക്കാവുന്നതാണ്. ബാക്കിയുള്ളത് അവകാശികൾക്കുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ടും ചിലവഴിക്കാനും സാധിക്കും. അലി റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കാരക്കയുടെ കീറ് ദാനം ചെയ്തുകൊണ്ടെങ്കിലും നിങ്ങൾ നരകത്തെ സൂക്ഷിക്കുക. ബുഖാരി 3:225 മുസ്ലിം 10:16 68 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എന്തെങ്കിലും ചോദിച്ചാൽ അവിടുന്ന് ഇല്ല എന്ന് പറഞ്ഞിരുന്നില്ല. ബുഖാരി 10:381 മുസ്ലിം 2311. നമ്മൾ ഇന്നലെ യാചനയെ കുറിച്ച് പറഞ്ഞിരുന്നു. പക്ഷെ ആരെങ്കിലും യാചിച്ചു വന്നാലോ കൊടുക്കണം, ഉണ്ടെങ്കിൽ കൊടുക്കണം. അതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ അവിടുന്ന് ഇല്ല എന്ന് പറഞ്ഞിട്ടില്ല എന്ന്. യാചിച്ചു വന്നാൽ കൊടുക്കണം, കൊടുക്കുന്നവന് പ്രതിഫലമുണ്ട്. പക്ഷെ വാങ്ങുന്നവന് അതിൻ്റെതായ ശിക്ഷയും ഉണ്ടാകും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ പ്രഭാതത്തിലും 2 മലക്കുകൾ ആകാശത്തിൽ നിന്നിറങ്ങി വരും. അവരിൽ ഒരാൾ പറയും, അല്ലാഹുവേ, ധർമ്മിഷ്ഠന് നീ പ്രതിഫലം നൽകണമേ. മറ്റേ മലക്ക് പറയും, പിശുക്ക് കാണിക്കുന്നവന് നീ നാശം വരുത്തേണമേ. ബുഖാരി 3:241 മുസ്ലിം 1010 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യാ, നീ ദാനം ചെയ്യുക, എന്നാൽ നിനക്കും ദാനം ലഭിക്കും എന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ബുഖാരി 8:265 മുസ്ലിം 993 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇസ്ലാമിൽ ഏറ്റവും ഗുണകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചു. അവിടുന്ന് പറഞ്ഞു, ആവശ്യമുള്ളവർക്ക് വിശപ്പടക്കാൻ ഭക്ഷണം നൽകലും പരിചിതർക്കും അപരിചിതർക്കും സലാം പറയലുമാണ് ഏറ്റവും ഉത്തമമായ കാര്യം എന്നായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറുപടി. ബുഖാരി 1:52-53 മുസ്ലിം 30-39 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, 40 പുണ്യകർമ്മങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കറവക്ക് കൊടുക്കുന്ന ആടാണ്. പ്രതിഫലച്ചയോടെ ഇതിലേതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന വിശ്വാസി സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. ബുഖാരി 5:180. എന്താണ്? 40 പുണ്യകർമ്മങ്ങളുണ്ട്. അവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കറവക്ക് കൊടുക്കുന്ന ആടാണ്. കറക്കുന്ന ആളിന് ഒരു ആടിനെ കൊടുക്കുക ദാനായിട്ട്. ഇതിനേതെങ്കിലും ഒരു കാര്യം ചെയ്യുന്ന വിശ്വാസി സ്വർഗത്തിൽ പ്രവേശിക്കുക തന്നെ ചെയ്യും. നമ്മൾ കറക്കാൻ വരുന്ന ആളുണ്ടല്ലോ, അയാൾക്ക് ഒരു ആടാണ് കൊടുക്കുക എന്ന് പറഞ്ഞാലേ അതൊക്കെ വളരെ പുണ്യമുള്ള കാര്യമാണെന്ന് ആരംഭ നബിയുനാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഉമാമ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മനുഷ്യ,
മിച്ചമുള്ളത് ധർമ്മം ചെയ്യുന്നതാണ് നിനക്കുത്തമം. അത് സൂക്ഷിച്ചു വെക്കൽ നാശകരമാണ്. കഷ്ടിച്ച് ജീവിക്കാനുള്ള ധനം ആക്ഷേപാർഹമല്ല. ആശ്രിതർക്ക് കൊടുത്തുകൊണ്ടാണ് ദാനം തുടങ്ങേണ്ടത്. മേലെയുള്ള കൈയാണ് താഴെയുള്ള കൈയേക്കാൾ ഉത്തമം. മുസ്ലിം 1036 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അനസ് റളിയല്ലാഹു അൻഹു നിവേദനം, ഇസ്ലാമിന്റെ പേരിൽ വല്ലതും ചോദിച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൊടുക്കാതിരുന്നിട്ടില്ല. ഒരിക്കൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിച്ചു. 2 കുന്നുകളുടെ ഇടയിലുള്ള അത്രയും ആടുകളെ അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്മാനിച്ചു. അയാൾ തന്റെ സമൂഹത്തിൽ ചെന്ന് വിളിച്ചു പറഞ്ഞു, ജനങ്ങളെ, നിങ്ങളെല്ലാം മുസ്ലിമായി കൊള്ളുക. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ദാരിദ്ര്യത്തെ പേടിക്കാത്തവനെ പോലെ ദാനം ചെയ്യുന്നുണ്ട്. ചിലർ ഭൗതിക നേട്ടം മാത്രം ഉദ്ദേശിച്ച് മുസ്ലിമാകും. താമസം വിന ഈ ലോകത്തെക്കാളും അതിലുള്ള സർവ്വ വസ്തുക്കളെക്കാളും ഇസ്ലാം അവർക്ക് പ്രിയങ്കരമായി മാറും. മുസ്ലിം 2312 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുറെ സമ്പത്ത് ഭാഗിച്ചു ചിലർക്ക് കൊടുത്തു. അപ്പോൾ ഞാൻ ചോദിച്ചു, അല്ലാഹുവിന്റെ ദൂതരെ, മറ്റു ചിലരല്ലേ ഇവരെക്കാൾ ഇതിനർഹർ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചോദിച്ചു ബുദ്ധിമുട്ടാകുമ്പോൾ ഞാൻ കൊടുക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ ഞാൻ പിശുക്കനാണെന്ന് ഇവർ ആരോപിക്കും. യഥാർത്ഥത്തിൽ ഞാൻ പിശുക്കനെയല്ല. മുസ്ലിം 1056 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജുബൈർ റളിയല്ലാഹു അൻഹു നിവേദനം, ഹുനൈനിൽ നിന്നുള്ള മടക്കയാത്രയിൽ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊന്നിച്ച് നടന്നു പോവുകയായിരുന്നു. അപ്പോൾ ഏതാനും അറാബികൾ യാചനയുമായി ഒപ്പം കൂടി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഒരു മരത്തിൻ ചുവട്ടിലേക്ക് കൊണ്ടെത്തിച്ചു. അവിടുത്തെ ഉത്തരീയം എലന്ത മരത്തിൽ കുരുങ്ങി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ തന്നെ നിന്നുകൊണ്ട് പറഞ്ഞു, എന്റെ മുണ്ട് നിങ്ങൾ എനിക്ക് തരൂ. ഈ മുള്ളു വൃക്ഷങ്ങളുടെ അത്ര കാലികൾ എന്റെ പക്കലുണ്ടെങ്കിലും ഞാനത് നിങ്ങൾക്ക് ഭാഗിച്ചു തരുന്നതാണ്. പിന്നെ നിങ്ങൾ എന്നെ ലുബ്ധനെന്നോ നുണ പറയുന്നവനോ ഭീരുവായി കാണുകയില്ല. ബുഖാരി 6:26 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദാനം സമ്പത്ത് കുറയ്ക്കുകയില്ല. സഹിഷ്ണുത കാരണം മനുഷ്യന്റെ പ്രതാപം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. അല്ലാഹുവിന് വേണ്ടി വിനയം കാണിക്കുന്നവനെ അവൻ ഉയർത്താതിരിക്കില്ല. മുസ്ലിം 2588 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താണ്? ദാനം സമ്പത്ത് കുറയ്ക്കുകയില്ല. സഹിഷ്ണുത കാരണം മനുഷ്യൻ പ്രതാപം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. അല്ലാഹുവിന് വേണ്ടി വിനയം കാണിക്കുന്നവനെ അവൻ ഉയർത്താതിരിക്കില്ല. ഉമർ ബിൻ സഅദ് റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അദ്ദേഹം കേട്ടിട്ടുണ്ട്. 3 കാര്യം ഞാൻ നിങ്ങളോട് ആണയിട്ട് പറയുന്നു. ഈ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ദാനം കാരണം ഒരാളുടെ ഇന്ധനം ചുരുങ്ങുകയില്ല. 2 ക്ഷമ കൈകൊണ്ട് മർദ്ദിതൻ അല്ലാഹു പ്രതാപം വർദ്ധിപ്പിക്കുന്നതാണ്. യാചനയുടെ വാതിൽ തുറക്കുന്നവൻ ദാരിദ്ര്യത്തിന്റെ വാതിലാണ് തുറക്കുന്നത്. ഇതേ ആശയമുള്ള വാക്കുകളാണ് അവിടുന്ന് പറഞ്ഞത്. ഞാനൊരു കാര്യം പറയുന്നു, നിങ്ങളത് ശ്രദ്ധിക്കണം. നിശ്ചയം ഇഹലോകത്തിൽ 4 തരം ആൾക്കാരുണ്ട്. ഒന്ന്, എന്താ? അല്ലാഹു സമ്പത്തും വിജ്ഞാനവും പ്രദാനം ചെയ്തു. എന്നിട്ട് അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ കൈകൊണ്ട് അവൻ കുടുംബബന്ധം പുലർത്തി അതിൽ അല്ലാഹുവിനോടുള്ള ബാധ്യത അറിഞ്ഞ് പ്രവർത്തിച്ചു. ഈ വിഭാഗം ഉന്നത സ്ഥാനീയരാണ്. 2, അല്ലാഹു ജ്ഞാനം നൽകി, പക്ഷേ സമ്പത്തില്ല. എന്നാലും ഉദ്ദേശശുദ്ധിയോടെ അവർ പറയും, എനിക്ക് സമ്പത്ത് കിട്ടിയിരുന്നെങ്കിൽ അവൻ ചെയ്യും പോലെ ഞാനും ചെയ്യുമായിരുന്നു. സതുദ്ദേശം കാരണം നീ 2 പേർക്കും തുല്യ പ്രതിഫലമാണ് ലഭിക്കുക. അല്ലാഹു ധനം നൽകി. 3-ാമത്തെ ആളുകളെ കുറിച്ച് പറയുന്നു, അല്ലാഹു ധനം നൽകി, പക്ഷേ ജ്ഞാനം നൽകിയില്ല. സമ്പത്ത് അവർ വിവരമില്ലാതെ കൈകാര്യം ചെയ്തു, അതിനാദനെ സൂക്ഷിച്ചില്ല. കുടുംബബന്ധങ്ങളുമായി ബന്ധം പുലർത്തിയതുമില്ല. സമ്പത്തിൽ അല്ലാഹുവിനോടുള്ള ബാധ്യത എന്താണെന്ന് അറിഞ്ഞതുമില്ല. ഇത്തരക്കാർ അധമരാണ്. 4-ാമത്തെ ആൾക്കാര്, ജ്ഞാനമോ ധനമോ ഇല്ലാത്ത വിഭാഗം. എനിക്ക് അല്ലാഹു ധനം നൽകിയിരുന്നെങ്കിൽ അവനെപ്പോലെ ഞാനും തെറ്റ് പ്രവർത്തിക്കുമായിരുന്നു എന്നവർ കരുതുന്നു. ഈ വിഭാഗത്തിൽ തെറ്റ് പ്രവർത്തിക്കുന്നവർക്ക് തുല്യമായ കുറ്റമുണ്ട്. ചിന്തിക്കുക സഹോദരങ്ങളെ. തിർമിദി 2326 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടുകാർ ഒരാടിനെ അറുത്തു ധർമ്മം ചെയ്തു. അതിൽ ബാക്കി വല്ലതുമുണ്ടോ എന്ന് അവിടുന്ന് ചോദിച്ചപ്പോൾ അതിന്റെ തോട് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അതിന്റെ തോളൊഴികെയുള്ളതെല്ലാം അവശേഷിച്ചു. അതിന്റെ തോളൊഴികെയുള്ളതെല്ലാം അവശേഷിച്ചു. അതിന് പ്രതിഫലം ലഭിക്കും. തിർമിദി 2472 ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. എന്താ? അതിന് തോളൊഴികെയുള്ളതെല്ലാം അവശേഷിച്ചു എന്ന്. ആ ബാക്കിയുള്ളത് തോളല് മാത്രമാണ്. അത് വെച്ച് ബാക്കിയുള്ളതിനൊക്കെ അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് പ്രതിഫലം ലഭിക്കും. കാരണം ഈ തോളല്
അവർ ഉപയോഗിക്കുകയാണ് തോളല് എന്ത് ചെയ്തിട്ടില്ല, ദാനധർമ്മത്തിന് ദാനം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തോളൊഴിച്ച് ബാക്കിയുള്ളതൊക്കെ അവശേഷിച്ചു എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ നാളെ പരലോകത്തേക്ക് പ്രതിഫലമായിട്ട് അല്ലാഹു സുബ്ഹാനഹു തആല ലഭിക്കും. തോളല്ല ഇന്ന് തന്നെ നശിച്ചു പോവുകയും ചെയ്യും. അസ്മാ റളിയല്ലാഹു അൻഹ നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നീ സമ്പത്ത് കെട്ടിപ്പോയിട്ട് വെക്കരുത്, അങ്ങനെ ചെയ്താൽ അല്ലാഹു നിന്റെ നേരെയും അങ്ങനെ ചെയ്തു കളയും. മറ്റൊരു നിവേദനം, നീ കഴിയുന്നത്ര ധർമ്മം ചെയ്യുക, സമ്പത്ത് എണ്ണിക്കണക്കാക്കി വെക്കരുത്, അങ്ങനെ ചെയ്താൽ നിനക്കുള്ളത് അല്ലാഹു എണ്ണിക്കണക്കാക്കി കളയും. നിന്റെ ധനം നീ ഭദ്രമായി സൂക്ഷിച്ചു വെക്കുകയും അരുത്, അപ്പോൾ നിനക്കുള്ളതും അല്ലാഹു സൂക്ഷിച്ചു വെക്കും. ബുഖാരി 3238, 5160, 161, മുസ്ലിം 1026 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലുബ്ധന്റെയും ധർമ്മിഷ്ഠന്റെയും ഉപമ മാരിടം മുതൽ തൊണ്ടക്കുഴി വരെയുള്ള ഇരുമ്പിന്റെ ജുബ്ബ ധരിച്ച 2 പേരെ പോലെയാണ്. ധർമ്മിഷ്ഠൻ ധർമ്മം ചെയ്യുമ്പോൾ ആ ജുബ്ബ വലിഞ്ഞു നീണ്ട് ശരീരമാസകലം മൂടും, വിരൽത്തുമ്പുകൾ പോലും അപ്പോൾ ജുബ്ബക്കുള്ളിലാകും. അതിന്റെ അറ്റം ഭൂമിയിൽ വീഴുന്നതിനാൽ അയാളുടെ കാൽപ്പാടുകളെ അത് മായ്ച്ചു കളയുകയും ചെയ്യും. എന്നാൽ ലുബ്ധൻ ചെലവഴിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ആ ജുബ്ബയുടെ ഓരോ കണ്ണിയും അതിന്റെ സ്ഥാനങ്ങളിലേക്ക് വലിഞ്ഞുകൊണ്ടിരിക്കും. അവനതിനെ വലുതാക്കാൻ ശ്രമിച്ചാലും അത് വലുതാവുകയില്ല. ബുഖാരി 3241, 242, മുസ്ലിം 1021 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ധർമ്മിഷ്ഠൻ നിർദ്ധനാണെങ്കിൽ പോലും കഷ്ടപ്പെടുന്നവരുടെ അവസ്ഥ കാണുമ്പോൾ മനസ്സറിഞ്ഞ് ധർമ്മം ചെയ്യും. അതിനുള്ള വിശാല മനസ്ഥിതി അവനുണ്ടാവും. ലുബ്ധനാവട്ടെ പാപങ്ങളെ ദുരവസ്ഥ കാണുമ്പോൾ വല്ലതും സഹായിക്കണമെന്ന് മനസ്സ് പറഞ്ഞാലും ശരീരം അതിന് വഴങ്ങുകയില്ല. അത് വലിയൊരു ഭാരമായി അവന് തോന്നും. അതാണ് ഇതിന്റെ ചുരുക്കം. ആ 2 ഉപമകളുടെ ചുരുക്കമാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു വല്ലവനും തന്റെ ശുദ്ധമായ സമ്പാദ്യത്തിൽ നിന്ന് ഒരു കാരക്കയുടെ അത്ര ദാനം ചെയ്താൽ അല്ലാഹു നല്ലത് മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അല്ലാഹു സ്വീകരിക്കുകയും നിങ്ങൾ കുതിരക്കുട്ടിയെ പോറ്റി വളർത്തും പ്രകാരം അതിനെ പർവ്വത തുല്യം വളർത്തിയെടുക്കുകയും ചെയ്യും. ബുഖാരി 3220, 222, മുസ്ലിം 1014 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾ ജലശൂന്യമായ ഒരു പ്രദേശത്തു കൂടെ നടന്നു പോകവേ ഇന്ന വ്യക്തിയുടെ തോട്ടം നനയ്ക്കണം എന്ന് മേഘത്തിൽ നിന്നൊരു ശബ്ദം കേട്ടു. ആ മേഘം ഉടനെ അവിടെ നിന്ന് നീങ്ങി ഒരു കരിമ്പാറ പ്രദേശത്ത് മഴ വർഷിച്ചു. അവിടെയുള്ള ഒരു തോട്ടിലൂടെ ആ വെള്ളം ഒഴുകാൻ തുടങ്ങി. അദ്ദേഹം ആ വെള്ളം ഒഴുകി പോകുന്ന ദിശയിലൂടെ നടന്നപ്പോൾ ഒരാൾ തന്റെ തോട്ടത്തിലേക്ക് തൂമ്പ കൊണ്ട് ആ വെള്ളം തിരിച്ചു വിടുന്നതാണ് കണ്ടത്. അയാൾ അദ്ദേഹത്തോട് ചോദിച്ചു, താങ്കളുടെ പേരെന്താണ്? അയാൾ പേര് പറഞ്ഞു. നേരത്തെ മേഘത്തിൽ നിന്ന് കേട്ട പേര് തന്നെയായിരുന്നു അത്. താങ്കൾ എന്തിനാണ് എന്റെ പേര് ചോദിച്ചതെന്ന് അയാൾ ആരാഞ്ഞപ്പോൾ ആഗതൻ പറഞ്ഞു, താങ്കൾ ഈ തിരിച്ചു വിടുന്ന വെള്ളം ഏത് മേഘത്തിൽ നിന്നാണോ വന്നത് ആ മേഘത്തിൽ നിന്ന് താങ്കളുടെ പേര് പറയുന്നതും താങ്കളുടെ തോട്ടം നനയ്ക്കണമെന്ന് ആവശ്യപ്പെടുന്നതും ഞാൻ കേട്ടു. ഇതിന് മാത്രം എന്തു നന്മയാണ് താങ്കൾ ചെയ്യാറുള്ളത്? അദ്ദേഹം പറഞ്ഞു, താങ്കൾ ചോദിച്ചത് കൊണ്ട് ഞാൻ പറഞ്ഞു തരാം. എന്റെ കൃഷിയിൽ നിന്നുള്ള വരുമാനം കണക്കാക്കി 1/3 ഞാൻ ദാനം ചെയ്യും, 1/3 ഞാൻ കുടുംബവും ഭക്ഷിക്കും, 1/3 വീണ്ടും വിളയിറക്കാൻ ഉപയോഗിക്കുകയും ചെയ്യും. മുസ്ലിം 2984 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക, സുഹൃത്തുക്കളെ ചിന്തിക്കുക. നമ്മൾ ദാനം ചെയ്യുന്നതിനെ കുറിച്ച് നമുക്ക് അല്ലാഹുവിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് ദാനധർമ്മങ്ങൾ ഉണ്ടല്ലോ, നമുക്ക് കിട്ടുന്നതിൽ നിന്ന് ഒരു വിഹിതം നമ്മൾ ദാനം ചെയ്യുക. നമുക്ക് ലഭിക്കുന്നതിൽ നിന്ന്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കുന്നതിൽ നിന്ന് ഒരു നിശ്ചിത തുകയെങ്കിലും നമ്മൾ ദിവസവും ദാനം ചെയ്യാൻ വേണ്ടി നീക്കിവെക്കുക. അങ്ങനെ അത് ഒരുമിച്ച് കൂടുമ്പോൾ വലിയ സംഖ്യയാകുമ്പോൾ വലിയ വലിയ കാര്യങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുക. അതല്ലെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ദാനം ചെയ്യുക. അങ്ങനെ ദാനം ചെയ്തുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ആഖിറം നമ്മൾ സംരക്ഷിക്കണം. നമ്മുടെ ആഖിറം, ദുനിയാവിലെ പ്രധാനം നമുക്ക് ആഖിറമാണ്. ആ ആഖിറത്തിലേക്ക് നമ്മൾക്ക് രക്ഷ നേടാൻ ദാനം അനിവാര്യമാണ്. അതുകൊണ്ട് ദാനധർമ്മങ്ങൾ നിർവഹിക്കാൻ സഹോദരങ്ങളെ നമ്മൾ വെമ്പൽ കൊള്ളണം. നമ്മൾ കൂടുതൽ ദാനം ചെയ്തുകൊണ്ടിരിക്കണം. ദാനം ചെയ്യുന്നവൻ അല്ലാഹുവിന്റെ പ്രതിഫലം ഏറെ ഇവിടെയുമുണ്ട്, നാളെ പരലോകത്തുമുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മുടെ ദാനധർമ്മങ്ങളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ. അവൻ തൃപ്തിപ്പെട്ട മാർഗത്തിൽ ചെലവഴിക്കാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ചിന്തിക്കുക, പിശുക്ക് കാണിക്കരുത്.
അധ്യായം 61 ലുബ്ദ് വർജിക്കണം. അള്ളാഹു പറഞ്ഞു, പിശുക്ക് കാണിക്കുകയും താൻ പോരിമ നടിക്കുകയും നല്ല കാര്യങ്ങളെ വാസ്തവമാക്കാതിരിക്കുകയും ചെയ്യുന്നവരെ ഏറ്റവും പ്രയാസകരമായ മാർഗത്തിലേക്ക് നാം നയിക്കുന്നതാണ്. മരണമടഞ്ഞാൽ അവന്റെ സമ്പത്ത് അവന് ഉപകരിക്കുകയില്ല. അല്ലയിലെ സൂറത്തിലെ 8-11 ആയത്തുകൾ. പിശുക്കിൽ നിന്ന് സുരക്ഷിതരായവർ അത്രേ വിജയികൾ. തഗാബുൻ 16 ആയത്ത്. മുൻ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞ ഹദീസുകളൊക്കെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ പറയാത്തൊരു ഹദീസ് 563 ഹദീസ് പറയുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അധർമ്മം നിങ്ങൾ സൂക്ഷിക്കണം. തീർച്ചയായും അധർമ്മ്യന്റെ ദിനത്തിൽ കൂരിരുട്ടിലായിരിക്കും. ലുബ്ദിനെ നിങ്ങൾ സൂക്ഷിക്കണം. പൂർവീകരെ നശിപ്പിക്കാൻ കാരണം അവരുടെ പിശുക്കാണ്. രക്തച്ചൊരിച്ചിൽ നടത്താനും ഹറാമിനെ ഹലാലാക്കാനും അതവരെ പ്രേരിപ്പിച്ചു. മുസ്ലിം 2578. സഹോദരങ്ങളെ, ഇത് വളരെ ചിന്തിക്കണം. നമ്മുടെ നാട്ടിൽ പല അക്രമങ്ങളും ഇന്ന് അരങ്ങേറുകയാണ്. കാരണം നിങ്ങൾ അന്വേഷിച്ചിട്ടുണ്ടോ? എന്താ? നമ്മുടെയൊക്കെ ശരീരത്തില് പലിശയുടെ പണം കടന്നു വരുന്നുണ്ട്. നമ്മൾ അറിയാതെ നമ്മൾ പലിശയുമായി ബന്ധപ്പെടുന്നുണ്ട്. അതൊക്കെ തന്നെയാണ് ഇന്ന് പല അക്രമങ്ങളും പല കാര്യങ്ങളും നമ്മുടെ നാടുകളിൽ കണ്ടുവരുന്നത്. അതിന്റെ കാരണം അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് കണ്ടില്ലേ? അതെന്താ? പിശുക്കാണ് രക്തച്ചൊരിച്ച് നടത്താൻ ഹറാമിനെ ഹലാലാക്കാനും അതവരെ പ്രേരിപ്പിക്കുന്നു. അതുപോലെ തന്നെ പലിശ, രണ്ടും ആ ഒരു കാര്യവുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. പിശുക്കുണ്ടാകുകയും പലിശയുണ്ടാകുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലൊക്കെ പലിശയുടെ രക്തമോടിക്കൊണ്ടിരിക്കുമ്പോൾ പിശുക്കും വരും. ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ, ഹറാമായ കാര്യങ്ങളിലേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അതിനുള്ളൊരു കാരണം ഒന്ന് പിശുക്കാണെങ്കിൽ മറ്റൊരു കാരണം പലിശയാണ്. ഇത് രണ്ടും ഒരുമിക്കുമ്പോൾ സഹോദരങ്ങളെ, ഹറാമായ കാര്യങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അതിൽ നിന്നൊക്കെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അധ്യായം 62 ദുരിതാശ്വാസവും മുൻഗണനാക്രമവും. ദുരിതാശ്വാസ പ്രവർത്തനവും ആർക്ക് മുൻഗണന കൊടുക്കണം എന്നതിനെ കുറിച്ച് പറയുന്ന ബാബ. അല്ലാഹു പറഞ്ഞു, സാമ്പത്തിക പരാധീനതകളുടെ അവസ്ഥയിലും അവർ തങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് മുൻഗണന നൽകുന്നു. അൽ അശ്ർ 9 ആയത്ത്. ഭക്ഷണത്തോട് താല്പര്യമുണ്ടായിട്ടും അഗതിക്കും അനാഥക്കും തടവുകാർക്കും അവർ ഭക്ഷണം നൽകുന്നു. അദ്ദഹർ 8. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം, ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്ന് ഞാൻ വല്ലാതെ കഷ്ടപ്പെട്ടവനാണെന്ന് പറഞ്ഞു. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഭാര്യമാരിൽ ഒരാളുടെ അടുത്തേക്ക് അവിടെ വല്ലതുമുണ്ടോ എന്ന് അന്വേഷിക്കാൻ ആളെ അയച്ചു. സത്യവിശ്വാസി അങ്ങയെ നിയോഗിച്ചവനാണ്. എന്റെ അടുത്ത് കുറച്ച് വെള്ളമേ ഉള്ളുവെന്ന് അവർ പറഞ്ഞു. പിന്നെ മറ്റൊരു ഭാര്യയുടെ അടുത്തേക്ക് ആളയച്ചു. അവരുടെയും മറുപടി അങ്ങനെ തന്നെയായിരുന്നു. ശേഷം മറ്റൊരാളുടെ അടുത്തേക്ക്, ഇങ്ങനെ എല്ലാ ഭാര്യമാരുടെയും അടുത്തേക്ക് ആളയച്ചു. സത്യവുമായി താങ്കളെ നിയോഗിച്ചയച്ച അല്ലാഹുവാണ്. ഞങ്ങളുടെ അടുത്ത് വെള്ളം മാത്രമേ ഉള്ളൂ എന്നായിരുന്നു എല്ലാവരുടെയും പ്രതികരണം. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അടുത്തുള്ളവരോട് ചോദിച്ചു, ഇയാളെ ആരാണ് അതിഥിയായി സ്വീകരിക്കുക? അൻസാരികളിൽ ഒരാൾ മുന്നോട്ട് വന്ന് പറഞ്ഞു, ഞാൻ സ്വീകരിക്കാം. അങ്ങനെ ആ അൻസാരി അയാളെയും കൂട്ടി വീട്ടിലേക്ക് പുറപ്പെട്ടു. അവിടെ ചെന്ന് അദ്ദേഹം ഭാര്യയോട് പറഞ്ഞു, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിഥിയാണ് ഇദ്ദേഹം, അതുകൊണ്ട് ഇദ്ദേഹത്തെ ആദരിക്കുക. മറ്റൊരു നിവേദനം, അദ്ദേഹം ഭാര്യയോട് അവിടെ ആഹാരം വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു. കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണം മാത്രമേ ഉള്ളൂ എന്നവർ പ്രതികരിച്ചു. അപ്പോൾ അൻസാരി അവളോട് പറഞ്ഞു, നീ അവരെ എന്തെങ്കിലും പറഞ്ഞ് സമാധാനിപ്പിക്കുക. അവർ അത്താഴം ആവശ്യപ്പെട്ടാൽ എങ്ങനെയെങ്കിലും ഉറക്കുക. അതിഥി ഭക്ഷണം കഴിക്കാനെത്തിയാൽ നീ വിളക്കണക്കണം. നമ്മളും ഭക്ഷിക്കുന്നതായി അദ്ദേഹത്തിന് തോന്നും വിധം പ്രവർത്തിക്കുകയും വേണം. അപ്രകാരം അവർ ഭക്ഷിക്കാനിരുന്നു. അവരാകട്ടെ ഒന്നും കഴിക്കാതെ ഒട്ടിയ വയറുമായി കഴിഞ്ഞു. നേരം പുലർന്ന ശേഷം അൻസാരി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് ചെന്നു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, കഴിഞ്ഞ രാത്രി നിങ്ങൾ ഇരുവരും അതിഥിയോട് പെരുമാറിയത് കണ്ട് അല്ലാഹു ആശ്ചര്യപ്പെട്ടിരിക്കുന്നു. ബുഖാരി 7:90-91, 8-484 മുസ്ലിം 2054 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ, ചിന്തിക്കുക. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിവേദനം,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രണ്ടാൾക്കുള്ള ഭക്ഷണം 3 പേർക്ക് മതിയാകുന്നതാണ്, 3 പേർക്കുള്ളത് 4 പേർക്കും. ബുഖാരി 9467, മുസ്ലിം 2058 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. ജാബിർ റളിയല്ലാഹു അൻഹു നിവേദനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാൾക്കുള്ള ഭക്ഷണം 2 പേർക്കും, 2 പേർക്കുള്ളത് 4 പേർക്കും, 4 പേർക്കുള്ളത് 8 പേർക്കും മതിയാകുന്നതാണ്. ഒരുമിച്ച് കഴിക്കുമ്പോൾ ബറക്കത്ത് ലഭിക്കുകയും സംതൃപ്തി ഉണ്ടാകുകയും ചെയ്യുമെന്ന് സാരം. അതുകൊണ്ട് ചിന്തിക്കുക സഹോദരങ്ങളെ. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു നിവേദനം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം യാത്ര ചെയ്യവേ ഒരാൾ വാഹനപ്പുറത്തേറി ഞങ്ങളെ സമീപിച്ചു. അയാൾ എന്തോ അന്വേഷിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണോടിച്ചു കൊണ്ടിരുന്നു. അത് കണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആർക്കെങ്കിലും അത്യാവശ്യത്തിലധികം വാഹനമുണ്ടെങ്കിൽ അതില്ലാത്തവന് കൊടുക്കുക. ആരുടെ അടുത്തെങ്കിലും ആവശ്യത്തിലധികം ഭക്ഷണമുണ്ടെങ്കിൽ അതില്ലാത്തവന് കൊടുക്കുക. ഇങ്ങനെ അവിടുന്ന് സമ്പത്തിന്റെ പല ഇനങ്ങൾ എടുത്തു പറഞ്ഞു. അവിടുന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ മിച്ചം വരുന്ന ഒന്നിലും ഞങ്ങൾക്ക് യാതൊരു അവകാശവുമില്ലെന്ന് എനിക്ക് തോന്നിപ്പോയി. മുസ്ലിം 1728 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹല റളിയല്ലാഹു അൻഹു നിവേദനം, ഒരു സ്ത്രീ സ്വയം നെയ്തുണ്ടാക്കിയ ഒരു പുതപ്പുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ ചെന്ന് പറഞ്ഞു, അങ്ങയെ ധരിപ്പിക്കാൻ ഞാൻ സ്വയം നെയ്തുണ്ടാക്കിയതാണിത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് ആവശ്യമുള്ളവനെ പോലെ അത് സ്വീകരിച്ചു. അവിടുന്ന് അത് ധരിച്ചുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ആഹ് എന്ത് ഭംഗിയുള്ള വസ്ത്രം, ഇതെനിക്ക് ധരിക്കാൻ തന്നാലും. എന്നാൽ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സദസ്സിൽ ഒന്നിരുന്നിട്ട് എഴുന്നേറ്റ് പോയി. വീട്ടിൽ ചെന്ന് വേറെ വസ്ത്രം ധരിച്ച് ആ വസ്ത്രം നേരത്തെ ആവശ്യപ്പെട്ടയാൾക്ക് കൊടുത്തയച്ചു. അപ്പോൾ അയാളോട് ജനങ്ങൾ പറഞ്ഞു, നീ ചെയ്തത് ശരിയായില്ല, അതിനാവശ്യമുണ്ടായിരുന്നത് കൊണ്ടാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് ധരിച്ചത്. ചോദിക്കുന്നവർ അവിടുന്ന് വെറുതെ മടക്കുകയില്ലെന്ന് അറിഞ്ഞുകൊണ്ടല്ലേ നീ അത് ചോദിച്ചത്. അല്ലാഹുവാണ് എനിക്ക് ധരിക്കാൻ വേണ്ടിയല്ല ഞാനത് ചോദിച്ചത്. എന്റെ കഫം മുടയില് മൃതദേഹം പൊതിയാനാണ് എന്നായിരുന്നു അതിന് അയാളുടെ പ്രതികരണം. സഹ്ർ റളിയല്ലാഹു അൻഹു പറയുന്ന ആ വസ്ത്രം അവസാനം അദ്ദേഹത്തിന്റെ കഫം മുട ആയിത്തീർന്നു. ബുഖാരി 3113 114 2268 4268 10 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക. മഹാന്മാരുടെ ബർക്കത്തിന്റെ ഉദാഹരണം ചോദിച്ച് നടക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്കിതാ ഈ ഹദീസ് ഒരു പാഠമാണ്. ഈ ഹദീസ് ഒരു പാഠമാണ്. അല്ലാഹുവിന്റെ റസൂൽ ഉപയോഗിച്ച വസ്ത്രം അത് തന്റെ കബറിടത്തില് കഫംപുടയിൽ വെക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചു. സഹോദരങ്ങളെ ചിന്തിക്കുക. സ്വഹാബാക്കൾ ആരും വന്ന് തീർത്തതുമില്ല. അതാണ് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബർക്കത്തിന് വേണ്ടിയിട്ട്, ആ ബർക്കത്ത് സ്വീകരിക്കാൻ വേണ്ടിയിട്ട്, മഹാരഥന്മാരുടെ ബർക്കത്ത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത്തരം കാര്യങ്ങൾ ചെയ്യാമെന്ന് അല്ലാഹുവിന്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഹാബാക്കള്, ആ സ്വഹാബാക്കളുടെ ജീവിത രീതി നമ്മെ പഠിപ്പിക്കുകയാണ്. മഹാന്മാരുടെ ബർക്കത്ത് നേടാൻ അവരിൽ നിന്ന് കിട്ടുന്നത് സൂക്ഷിച്ചു വെച്ചതിന് തെളിവാണ് ഈ ഹദീസ്. ഇത്തരം വസ്തുക്കൾ കൊണ്ട് ദുനിയാവിൽ മാത്രമല്ല പരലോകത്തും ഖബറിൽ പോലും ഉപകാരം കിട്ടുമെന്ന് സഹാബത്ത് വിശ്വസിക്കുകയും അത് നിരവക്ഷേപം അംഗീകരിക്കപ്പെടുകയും ചെയ്തിരുന്ന ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദേഹത്തിൽ സ്പർശിച്ചത് നരകത്തിൽ പ്രവേശിക്കില്ലെന്ന് തീർച്ചയാണ്. അത് ഉപയോഗപ്പെടുത്താനാണ് ആ സഹാബി ശ്രമിച്ചത്. സഹാബികളുടെ ഈ വിശ്വാസം തന്നെയാണ് സുന്നികളുടേതും. ഇത് തെറ്റാണെങ്കിൽ വഹി മുഖേന അന്ന് തന്നെ നിരോധിക്കുമായിരുന്നല്ലോ. അങ്ങനെയൊന്നും ഉണ്ടായില്ല. ആ സഹാബാക്കളുടെ വിശ്വാസമാണ് ഇന്ന് സുന്നി സമൂഹം പുലർത്തിപ്പോരുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് തന്നെ മഹാന്മാരുടെ പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമ ധരിച്ചത് ബർക്കത്തെടുക്കാൻ വേണ്ടിയിട്ട് ചോദിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നു. അവരുപയോഗിച്ചിരുന്നു, തന്റെ ഖബറിൽ വെച്ചിരുന്നു. ആ വിശ്വാസമാണ് സഹോദരങ്ങളെ ഈ ഹദീസ് ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അബൂ മൂസാ റളിയല്ലാഹു അൻഹു നിവേദനം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, യുദ്ധവേളയിൽ കരുതി വെച്ച ഭക്ഷണം തീരാറാവുകയോ മദീനയിൽ ഞങ്ങളുടെ കുടുംബത്തിന് ഭക്ഷണക്ഷാമം ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ അശ്അരി വംശക്കാർ തങ്ങളുടെ പക്കൽ അവശേഷിച്ചതെല്ലാം ഒരു വസ്ത്രത്തിൽ സംഭരിക്കുമായിരുന്നു. എന്നിട്ട് അത് സമമായി ഭാഗിച്ചെടുക്കും. അവർ എന്നിൽപ്പെട്ടവരും ഞാൻ അവരിൽപ്പെട്ടവനുമാണ്. ബുഖാരി 593, മുസ്ലിം 2500 ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. സഹോദരങ്ങളെ ചിന്തിക്കുക.
നമ്മൾ ചെയ്യുന്നതായിരിക്കുന്ന ധ്യാനധർമ്മങ്ങൾ, നമ്മൾ ചെയ്തായിരിക്കുന്ന പുണ്യപ്രവൃത്തികളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നല്ലത് ചെയ്യാനും നല്ലത് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുമാറാകട്ടെ. അല്ലാഹുവിന്റെ വിശുദ്ധ ദീനനുസരിച്ച് പ്രവർത്തിക്കുന്ന മുത്തഖീങ്ങളിൽ സ്വാലിഹീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ ഈ ഹദീസ് ക്ലാസ് തുടർന്ന് കൊണ്ടുപോകാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞു കൊണ്ടുവന്ന ഹദീസുകളൊക്കെ ഉണ്ടല്ലോ, നമുക്കറിയാവുന്ന ഹദീസുകളാണ്. ഈ ഹദീസുകളിലൊക്കെ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ നാം ഓരോരുത്തരും ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ ബാധ്യത നമ്മൾ നിർവഹിച്ചു കൊണ്ടിരിക്കുക. ദീൻ പ്രചരണം നമ്മുടെ ബാധ്യതയാണ്. അത് യഥാർത്ഥ രീതിയിൽ, യഥാർത്ഥമായിരിക്കുന്ന രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുക. അത് ഞാൻ ഇന്നലെയും മിഞ്ഞാന്നുമൊക്കെ ക്ലാസ്സുകളിൽ പല വിധത്തിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കറിയാവുന്നതാണ് ഏതെല്ലാം രീതിയിൽ പ്രചരിപ്പിക്കാം. ഞാൻ ഇന്നലെയും മിഞ്ഞാന്നുമൊക്കെ അസ്ർ സൂറത്ത് ഓതിയിരുന്നു. അൽ-അസ്ർ ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്തി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ആ സൂറത്തിന്റെ സാരാംശം എന്താ? മനുഷ്യരെല്ലാം തീരാ നഷ്ടത്തിലാണ്. ആരൊഴികെ? സ്വാലിഹീങ്ങളും പോരാ, തീർന്നില്ല. സത്യം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കുന്നവരും ഒഴികെ, സത്യം പ്രചരിപ്പിക്കുന്നവരൊഴികെ. സഹോദരങ്ങളെ, ചിന്തിക്കണം. സത്യം പ്രചരിപ്പിക്കുന്നവരായിരിക്കുന്ന ആളുകളാവണം. സ്വാലിഹീങ്ങളായാൽ മാത്രം പോരാ, ക്ഷമ കൊണ്ടും പരസ്പരം ഉപദേശിക്കണം. എങ്കിൽ മാത്രമേ വിജയമുള്ളൂ. അതുകൊണ്ട് സഹോദരങ്ങളെ, ആ വിജയം കരസ്ഥമാക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പ്രവർത്തനം ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട്, ദുആ കൊണ്ട് വസിയത്ത് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.